ഹായ്, എല്ലാവർക്കും മല്ലു.ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെ കിട്ടിയിട്ട് തുണിയൊക്കെ വെയിലത്തിട്ട്, അതുപോലെ തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റോഡിൻ്റെ സൈഡിലോട്ട് കുറച്ച് കാടും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെത്തിക്കളഞ്ഞു. പിന്നെ അതിനിടയ്ക്ക് ഗിരിശേട്ടൻ വന്ന് ഫാനൊക്കെ ക്ലീൻ ആക്കി എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസമല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊച്ചും കൊച്ചു എല്ലാ പണിക്കും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നേ. അപ്പോൾ കപ്പിൽ വെള്ളം എടുക്കുന്നു, തുടയ്ക്കുന്നു, വെറുക്കുന്നു, അങ്ങനെ എല്ലാ പരിപാടിക്കും അവനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ചോറും കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ചോറ് അടുപ്പത്തിട്ടിട്ട് നിൽക്കുമ്പോഴാണ് എന്താ കറി വെക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ കാട്ടുചേനത്തണ്ടുണ്ട് കേട്ടോ. അപ്പോൾ കാട്ടുചേനയുടെ തണ്ടിന് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പറിക്കാൻ പോവാം. അപ്പോൾ ആരെയും ഇതുവരെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് കാട്ടുചേനത്തണ്ട് തോരൻ വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് പുളിശ്ശേരി അങ്ങനെയൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളധികം തോരനാണ് വെക്കണേ. തോരൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചൊറിയത്തൊന്നുമില്ല. അങ്ങനെ മറ്റേ ചേന ഒക്കെ തൊട്ടെങ്കിൽ എനിക്ക് ചൊറിയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചേനത്തണ്ട് തൊട്ടാൽ ചൊറിയൊന്നുമില്ല. അത് നന്നായിട്ട് അത് എടുത്താൽ മതി. ഇതുപോലെ ഡിസൈൻ ഉള്ളതാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇതുപോലെ ഡിസൈൻ ഇല്ലാത്ത കാപ്പി കളറിലുള്ളതും ഉണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ചില ആൾക്കാർ ഇത് കഴിക്കുന്നതിനൊക്കെ കളിയാക്കുന്നുണ്ട്. അതൊന്നും കളിയാക്കേണ്ട ആവശ്യമില്ല. നല്ല സാധനങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വിഷമടിക്കാത്തതും നല്ല ഗുണമുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് ചീക്കള, അതിനിടയ്ക്ക് കൊച്ചുട്ടൻ അതിനിടയ്ക്ക് കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് ചെത്തിക്കളയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് അത് ചെത്തിക്കളയാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ തൊലി ഇങ്ങനെ നൈസായിട്ട് ചെത്തിക്കളയണം. വണ്ടിയിൽ ഇതിൻ്റെ ചേന ഒന്നും കഴിച്ചേക്കല്ലേ. ചേന കഴിച്ചാൽ ഭയങ്കര ചൊറിച്ചിലാണ്, ചത്തു പോവുകയെ. അതുകൊണ്ട് കാട്ട് ചേന എടുക്കരുത്, ഇതിൻ്റെ തണ്ട് മാത്രമേ എടുക്കാവുള്ളൂ. എന്താ വെച്ചത്? എന്താ അത്? അട്ടയാ? ഇത് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കുക കേട്ടോ ഞാൻ. അപ്പം ഈ നീല കളർ കാണുന്ന ഈ ടാർപ്പയുടെ ഇതാണ്. ചെറുതായിട്ട് കൊത്തി അങ്ങ് അരിഞ്ഞാൽ മതി. അപ്പം നല്ല ടേസ്റ്റാണ്. വേഗം വെന്തും കിട്ടും. തോരന് വേണ്ടിയിട്ട് ഇങ്ങനെയാണല്ലോ അരിയുന്നത്. ഇപ്പം ഞാൻ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തോരന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിയുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, ഒരല്പം ജീരകം, പച്ചമുളക്, തേങ്ങ, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. അരഞ്ഞു പോകല്ലേ. തോരന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് വറക്കാവേ. ഇതൊക്കെ സാധാരണ പോലെ എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെ. അതൊക്കെ കള വേണ്ട. അതൊക്കെ കത്തിക്കാനുള്ളത്. ആ പെണ്ണ് അവിടെ എവിടെ എത്തിയിരുന്നു. അയ്യോ, ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ചെറുപയർ ഇട്ടു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയി. അതെ, രാവിലെ പുഴുങ്ങാനെടുത്ത ചെറുപയറായിരുന്നേ. അപ്പോൾ ഈ തോരൻ ഇത് ചെറുപയർ ഇട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ചെറുപയറും കൂടി ഇട്ടു. എന്നാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി. ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. നല്ല വെള്ളമയം ഉള്ളതാണ്. നമ്മൾ വാഴപ്പിണ്ടിയൊക്കെ പോലെ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ തീ കൂട്ടിയിട്ട് തോർത്തി എടുക്കണം കേട്ടോ തോരൻ. ഇപ്പോൾ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉച്ചയൂണ് കഴിക്കാൻ പോവുക. ക്ലീനിങ്ങും പരിപാടിയൊക്കെ കാരണം ഇന്ന് കഴിക്കുമ്പം 3:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ ചോറിന് വന്നേ. അപ്പം നല്ല ചൂട് ചോറുണ്ട്. നമ്മുടെ കാട്ടുചേനത്തണ്ട് തോരനുണ്ട്. ഇനി വെണ്ടയ്ക്ക കറിയാണ് ആക്കിയേക്കുന്നത്. വെണ്ടയ്ക്ക കറിയുണ്ട്. ഇന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ 2 പപ്പടവും എടുക്കുന്നുണ്ട്. കുഞ്ഞിപ്പപ്പടം കേട്ടോ, നല്ല ടേസ്റ്റാണ്. 2 പപ്പടവും ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു ചിക്കൻ്റെ കഷ്ണവും കൂടെ ഉണ്ട്. അപ്പോൾ അത് കറിയിൽ നിന്ന് എടുത്തിട്ട് വറുത്തതാണേ. അപ്പോൾ അതും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ചിൽ ഉള്ള ഐറ്റങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.